ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിന്ന് ഒരു പാലക്കാടൻ ട്രിപ്പിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞങ്ങള് എൻ്റെ കസിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോ ഏതെല്ലാം അവിടെ പോവാണല്ലോ, അപ്പൊ ഒരു ചെറിയ ട്രിപ്പ് ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് രാവിലെ ഇറങ്ങി. ഒരു 8 മണി ആയിട്ടുണ്ട്. 7 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇറങ്ങുമ്പോഴേക്ക് 8 മണി ആയിട്ടുണ്ട്. മക്കളൊക്കെ റെഡിയായി വരുമ്പോഴേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അത് നെയ്മോളിതാ സാധാരണ പോലെ തന്നെ എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ മക്കളെ വിളിച്ച് എണീക്കോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എണീറ്റ് കുഴപ്പമൊന്നുമില്ല. എണീറ്റ് കുളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. രാവിലെ നേരത്തെ അതിനുകൊണ്ട് പിന്നെ എണീറ്റ് അങ്ങോട്ട് കുളിപ്പിച്ചു. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് കരഞ്ഞു. പിന്നെ ഓക്കെ, ബാക്കിൽ ഇതാ നേയ അവിടെ ഇരിക്കുന്നുണ്ട്. നീക്കുട്ടിയും അതിരിക്കുട്ടിനും ബാക്കിലുണ്ട്. അതിന് ഉറങ്ങി പൊതച്ചിരിക്കുകയാണ്. അതിരിക്കുട്ട അതിരി കൊണ്ട് നോക്കൂ. ഹായ് പറ, ഹായ് പറ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വലിയ കുഴപ്പമൊന്നും ഇതുവരെയില്ല. ഒരു പഴമൊക്കെ കഴിച്ചിട്ടുണ്ട് നേരെ. എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം. കുട്ടി നേമോളും കൂടി അവിടെ കിടക്കുന്നുണ്ട് ബാക്കില്. രാവിലെ നേരത്തെ എണീറ്റ് നോക്കിയല്ലേ, അപ്പൊ ഉറക്കൊക്കെ വരുന്നുണ്ടാവും. അതിക്കുട്ടി കണ്ടാ അപ്പോഴും ബാക്കോട്ട് നോക്കി നിൽക്കുകയാണ്. അവന് ഉറക്കമൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഇടയിൽ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിയിരിക്കും. അതിക്കുട്ടിയോട് കുറേ നേരമായി കിടന്നോളാൻ പറയണത്. നമ്മള് പറഞ്ഞപ്പോ ഒന്നും അവൻ കേട്ടില്ലേ. അപ്പൊ അവനെന്നെ ഉറക്കം വന്നു തോന്നുന്നു. അപ്പൊ ആ ചേച്ചിന്റെ കൂടെ കിടക്കുക. അതിരി മാവ് ഉറങ്ങിക്കോ, മാവ് ഉറങ്ങിക്കോ. നമ്മള് ഏകദേശം സൈനായിട്ടുണ്ട്. അവളും ഇപ്പൊ ഉറങ്ങാൻ പറ്റും. രസമുണ്ടല്ലേ രാവിലെ അങ്ങനെ പോകുമ്പോ. യൂണിവേഴ്സിറ്റി കഴിഞ്ഞാ കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ഹൈവേ കൂടെ പോണതിനെ കൊണ്ട് യൂണിവേഴ്സിറ്റി പണ്ടൊക്കെ എത്തിയാല് അറിയായിരുന്നു. മരങ്ങളാ ഇവിടെ മൊത്തം എലിവേറ്റഡ് ഹൈവേ ആണെന്ന് തോന്നുന്നു. ഫുള്ള് ഇവിടെ നേരെ കാണാൻ ഇവിടെ കണ്ടോ മിയ റോഡ് നോക്കാൻ നല്ല രസമല്ലേ. അപ്പൊ ആദ്യത്തെ ടോള് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു ടോൾ തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പാലക്കാട് വരെ വെട്ടിച്ചിറ ടോളാണത്. അപ്പൊ ടോള് കടന്നു. ഇനി നേരെ പോവാണ്. നല്ല തിരക്കുണ്ട് അമ്പലത്തിന്റെ മുന്നില്. ഇത് പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രമാണ്. നല്ല തിരക്കുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എന്തോ പ്രോഗ്രാം എന്തുണ്ടെന്ന് തോന്നുന്നു. സൺഡേ ആയതുകൊണ്ടല്ല. അവിടെ എന്തെങ്കിലും ബലൂണൊക്കെ വിൽക്കുന്നുണ്ട്. ആനകള് 2 ആനനെ കാണുന്നുണ്ട് അവിടെ. വീഡിയോയില് കാണുന്നുണ്ടോന്ന് അറിയില്ല. രണ്ടല്ല അല്ലേ? 2, 3, 4, 5, 6 ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചേച്ചിന്റെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അവിടുന്ന് പോരുന്ന സമയത്ത് അവിടെ വീടിന്റെ അടുത്താണ് അവരെ മലമ്പുഴ ഒക്കെ അവരെ വീടിന്റെ അടുത്താണ് വരുന്നത്. അപ്പം പറ്റുകയാണെങ്കിൽ അവിടെ ഒന്ന് പോകണം. കുറെ മുമ്പ് പോയതാണ്. പണ്ട് ചേച്ചിന്റെ അവിടെ പോയപ്പോൾ മേക്കുട്ടി ചെറുതാകുമ്പോൾ പോയതാണ്. ഇപ്രാവശ്യം പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം, മഴയൊന്നും ഇല്ലെങ്കിൽ. ഈ കുട്ടി ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ പോയത്. എനിക്ക് ഓർമ്മ, ഇവരുടെ പ്രായം ഏകദേശം ഇവർക്കിപ്പോ 2 വയസ്സ് കഴിഞ്ഞല്ലോ. എന്തായാലും ഇത് പോവാം. മലമ്പുഴ അല്ല, അടുത്ത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക്
എന്തായാലും ഉച്ച കഴിയും അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? എന്തായാലും മലമ്പുഴ പറ്റുമെന്ന് പോകാന്ന് വിചാരിക്കുന്നത്. മഴേന്റെ കൂടി നോക്കണം, മഴ ഇല്ലെങ്കിലേ പറ്റുണ്ടാവുള്ളൂ. അതെ, മഴ ഉണ്ടെങ്കിൽ അത് കഴിയും. നമുക്ക് നോക്കാം നോക്കിയൊക്കെ ചെയ്യും. റോഡിലേക്ക് പോവാണ്. നല്ല രസമുണ്ടല്ലോ അമ്മക്കുട്ടി, നല്ല രസമുണ്ടല്ലേ? ഇതിനെക്കാട്ടും രസമായിരിക്കും പാലക്കാട്. പാലക്കാടേക്ക് കുറെ ദൂരം കേട്ടോ. ഇനി 1.5 മണിക്കൂറുണ്ട് അല്ലേ? 1 hour 20. അതിനിടയ്ക്ക് നേമോളൊന്ന് വൊമിറ്റ് ചെയ്ത്, അപ്പൊ അതൊക്കെ കഴുകാനൊക്കെ വന്നപ്പോ കുറച്ചുകൂടി ലേറ്റ് ആയി. അത് വൊമിറ്റിംഗ് ഒന്നും ഉണ്ടാവാറില്ല, പക്ഷെ അവള് രാവിലെ തന്നെ ഒരു പഴം കഴിച്ചു വേണമെന്ന് വാശി പിടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ കഴിച്ച പഴം അത് അതേപോലെ അങ്ങോട്ട് വൊമിറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട് മോള്. ഉറങ്ങാം അല്ലേ? എത്ര തണുപ്പുണ്ടെങ്കിലും അവന് പുതപ്പ് വേണ്ട. അച്ഛന്റെ അതേ സ്വഭാവമാണ്. അമ്മക്കൊക്കെ അങ്ങനെ അച്ഛൻ അറിഞ്ഞ ചെറുപ്പുളശ്ശേരിക്ക് 12 കിലോമീറ്റർ. ചെറുപ്പുളശ്ശേരി അല്ലേ? ബോർഡ് നോക്കി നോക്കി പോവാണ് അച്ഛൻ. അച്ഛൻ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ മുഴുവൻ പൈപ്പ് പൊട്ടി കിടക്കുക. ആ റോഡ് ഫുള്ള് വെള്ളം അല്ലേ? പൈപ്പ് പൊട്ടിയിട്ട് പൈപ്പ് പൊട്ടിയത് മഴ പെയ്തതാണ്. ഇങ്ങനെ മഴ പെയ്താലൊന്നും ഉണ്ടാവൂല, പൈപ്പ് പൊട്ടിയ തന്നെയാണ്. ആണോ? മഴ പെയ്ത് ഇങ്ങനെ വെള്ളം നിറയും. ചെറിയ റോഡ് അല്ലേ അത്? പക്ഷെ കൂടുതൽ വണ്ടികളൊന്നുമില്ല. ഒന്നും പോരെ, വണ്ടികളുണ്ടല്ലോ. ഇന്നലെ രാത്രി വരെ നല്ല മഴയായിരുന്നു. എന്തായാലും വലിയ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് രാത്രിയൊന്നും വലിയ കുഴപ്പമില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളും കുറവാണ്, അപ്പൊ അങ്ങനെ തിരക്കൊന്നുമില്ല റോഡിലൊന്നും. അവിടെ ഒരു അമ്പലമുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ കണ്ടോ? ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കാഴ്ചകളായിരിക്കും അല്ലേ? അങ്ങനെ ഞങ്ങള് ചെറുപ്പുളശ്ശേരി ടൗൺ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വയലും പ്രകൃതി ഭംഗിയൊക്കെ കഴിഞ്ഞപ്പോ ടൗണായി അല്ലേ കുട്ടി? ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 1 hour കൂടി ഉണ്ടാവും. അപ്പൊ നമ്മള് കോങ്ങാട് എത്തി. അവിടെ ഇതുപോലെ ചെറിയൊരു ടൗൺ തന്നെയാണ്. അപ്പൊ അവിടുന്ന് ഇനി ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാന്നാ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ദോശ വാങ്ങിച്ചു. അപ്പോ അതിരിക്കുട്ടനും നിയമോളും കൂടി കഴിക്കുകയാണ്. അപ്പൊ ഹോട്ടലിൽ ഇറങ്ങി കഴിക്കും പിന്നെ ലേറ്റ് ആവില്ലെന്ന് വിചാരിച്ചിട്ട് പാർസൽ വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കുകയാണ്. നിയമോളെ ദോശയാണത്. അവള് പഴംപൊരി കണ്ടപ്പോ പിന്നെ അത് കഴിക്കാൻ വന്നു. അപ്പൊ അതുകൊണ്ട് ദോശ വേസ്റ്റ് ആയി. കഴിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പം റിലേറ്റീവ്സ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് ഒരു ഫാമിലി ഗ്യാതറിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 3 മണിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മലമ്പുഴ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയായതുകൊണ്ട് ഇനി എന്താണെന്ന് അറിയില്ല. അപ്പം അവിടെ അടുത്ത് തന്നെയാണ് കൽപ്പാത്തി. അപ്പോൾ ഒന്ന് അവിടെ പോയാലോ എന്ന് വിചാരിക്കുകയാണ്. അവിടുന്ന് ഇറങ്ങിയപ്പം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിന് മുമ്പ് ഇവിടെ അടുത്താണ് കൽപ്പാത്തി. അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൽപ്പാത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കൽപ്പാത്തി പേരൊക്കെ. അപ്പം നമ്മൾ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്
ഓടുന്ന് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൽപ്പാത്തി അമ്പലമാണ് നേരെ കാണുന്നത്. ഇവിടെ കണ്ടോ? എന്തായാലും മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഈ അഗ്രഹാരങ്ങളും ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കണ്ടുപോവാം. ഇതൊക്കെ അഗ്രഹാരങ്ങളായിരിക്കും കേട്ടോ. ഈ കുട്ടി കണ്ടോ? അഗ്രഹാരം കണ്ടോ? മഴ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങിയൊക്കെ നോക്കിയിരുന്നു. പക്ഷെ നല്ല മഴയാണ്, നമുക്കൊരു രക്ഷയില്ല ഇറങ്ങാൻ. നേരെ കാണുന്ന എന്താ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ നേരെ കാണുന്നതാണോ അമ്പലം? എന്തായാലും പോയി നോക്കാം. അതൊരു അമ്പലം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ആ ഗണപതി ക്ഷേത്രമാണ്. കൽപ്പാത്തി ഉത്സവത്തിന് ഇവിടെ ഉണ്ടാവുന്ന തേര് ഭയങ്കര വലിയ ഉത്സവമാണ്. വന്ന് കണ്ടുള്ളവർക്ക് അറിയുണ്ടാവും. അപ്പൊ എന്തായാലും ആദ്യമായിട്ടാണ് നമ്മള് ഈ കൽപ്പാത്തിയിലേക്കൊക്കെ വരുന്നതും തേര് കാണുന്നതൊക്കെ. അപ്പൊ എന്തായാലും ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ കാണണം എന്നുള്ളത്. അപ്പൊ ഇന്ന് നടക്കുന്നെന്ന് വിചാരിച്ചതേ അല്ല. ഞങ്ങൾ ഇറങ്ങുന്നത് വരെ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ അടുത്താണ് നന്ദേട്ടൻ പറഞ്ഞത്. അപ്പൊ വിചാരിച്ചു എന്തായാലും മഴയല്ലേ, നമുക്ക് ഇറങ്ങാതെങ്കിലും ഒന്ന് കാണാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും കാണാൻ കഴിഞ്ഞു. ഇനി നമുക്കൊരു ദിവസം മഴയൊന്നുമില്ലാത്ത സമയത്ത് വന്നിട്ട് ഇറങ്ങിയൊക്കെ കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാം. കൽപ്പാത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടിയിട്ടാണ്. ഇതും ഞങ്ങൾ ആഗ്രഹിച്ചൊരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ പോകുന്നൊന്നും വിചാരിച്ചതേ അല്ല. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. 5 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യുമെന്നാണ് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 4:45 അവിടെ എത്തുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയ സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ സമാധാനമായി. ഇതാണ് മനയുടെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ശരിക്കും നല്ലൊരു ഫീലാണ്. നമ്മുടെ മലയാള സിനിമയിലെ പല സിനിമകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ എന്തായാലും ഉള്ളിലൊന്ന് കാണട്ടെ ഞങ്ങൾ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ മനയ്ക്കകത്തോട്ട് കടന്നു. അപ്പോൾ നമ്മൾ കയറിയ ഉടനെ തന്നെ അവിടെ ശരിക്കും നമുക്ക് നടുമുറ്റം കാണാൻ കഴിയും. ഒരു വലിയ നടുമുറ്റമുണ്ട്. അപ്പോൾ മഴ പെയ്തിട്ട് അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് ഉള്ളിലെത്തിയ സമയത്ത്. നല്ല മ്യൂറൽ പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് വാളിലൊക്കെ അതും ചെയ്തിട്ടുണ്ട്. അകത്ത് കടന്നാൽ കിച്ചണിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഇവിടെ കിണർ വരുന്നത് കിച്ചണോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ കിച്ചണിനകത്ത് നിന്നുകൊണ്ട് തന്നെ വെള്ളം കോരിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിയക്കുട്ടിക്ക് ശരിക്കും ഈ കിണറൊക്കെ ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അവൾ ആദ്യമായിട്ടാണിത് കാണുന്നത്. അപ്പോൾ വെള്ളം കോരുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു. അപ്പോൾ മഴ കൊള്ളൂല, നമ്മൾ പുറത്ത് പോയിട്ട് വെള്ളം കോരിയെടുക്കൊന്നും വേണ്ടല്ലോ, അപ്പോൾ അകത്തു നിന്ന് തന്നെ വെള്ളം കോരാലോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കൂടാതെ ഒരു വലിയ ആട്ടമ്മി, എന്താ പറയാമെന്നറിയില്ല ഞങ്ങളങ്ങനെയാണ് പറയാറ്. അപ്പോൾ ആട്ടമ്മി ഉണ്ട്. അപ്പോൾ അത്ര വലുത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ എപ്പോഴും ആട്ടമ്മിയൊക്കെ ഉണ്ടായിരിക്കാം. ഇത് പാത്രം കഴുകാനുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2 അടുപ്പ് അത്ര വലിയ അടുപ്പൊന്നുമല്ല ഈ കിച്ചണിൽ വരുന്നത്. 2 ചെറിയ അടുപ്പുകളായിട്ടാണ് ഉള്ളത്. പിന്നെ മുകളിലോട്ട് ഒരു ലാഡർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. വിറകും പിന്നെ തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതിവിടുത്തെ വേറൊരു കിച്ചണാണ്. ആദ്യം കണ്ട കിച്ചണോട് ചേർന്ന് തന്നെ മറുവശത്തായിട്ടുള്ളൊരു കിച്ചണാണ്. അത് നല്ല സ്പേഷ്യസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ കാര്യമായിട്ട് 2 അടുപ്പാണുള്ളത്. അത് കുറച്ചുകൂടി വലുതാണ്. ആദ്യം കണ്ടതിലും കുറച്ചുകൂടി വലിയ അടുപ്പാണ്. അപ്പോൾ എന്തായാലും ചിലപ്പം ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോഴാണോ അത് യൂസ് ചെയ്യാമെന്നറിയില്ല. മിക്കവാറും അങ്ങനെ ആവാനാണ് ചാൻസ്.
പിന്നെ വേറെ ഒന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇതിവിടെയുള്ളൊരു റൂമാണ്. റൂം അത്ര സ്പേഷ്യസ് ഒന്നുമല്ല. 2 വിൻഡോ ഉണ്ട്. ആ വിൻഡോ നല്ല രസമുണ്ട് കാണാൻ, നല്ല നീളത്തിലുള്ള വിൻഡോ ആണ്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ കോർണറിലായിട്ട് നമുക്കിത് ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പണ്ട് ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ടുള്ള സംവിധാനമായിരിക്കാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മിയക്കുട്ടി ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെയൊക്കെ അർത്ഥം. മിയക്കുട്ടിയെ കിണറിൻ്റെ സൈഡിലിരുന്നു കൊണ്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. അങ്ങനെ എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് കടന്നു. ഇതുകൂടാതെ ഒരുപാട് റൂമുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ കുറേ റൂംസൊക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിലോട്ടൊന്നും കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് വിൻഡോൻ്റെ ഉള്ളിലൂടെ മിയക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ നോക്കിയാലും കാണാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞു. കുറച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ആദ്യക്കുട്ടനും നേക്കുട്ടിക്കും കുറച്ച് നേരം അവിടെ വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. മന കണ്ടതിനേക്കാളൊക്കെ ഉപരി മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ കളിയാണ്. അവർ മഴ പെയ്ത് കുറച്ച് വെള്ളം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് 3 പേരും. അങ്ങനെ ചളിയൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ചെന്തെങ്കിലും കളിക്കട്ടെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഇനിയും കുറച്ചുകൂടിയൊക്കെ കാണാനുണ്ട്. 2 സൈഡിലും, മനയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതിലൊരു അമ്പലവും ഒരു കുളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടി കാണാമെന്ന് വിചാരിച്ച് വേഗം ഇറങ്ങി. ഒന്നാമത് എത്തിയത് തന്നെ 5:45, 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേ നേരമായില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കോഴിക്കോട് എത്താനും കൂടി ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. വരാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, എങ്ങനെയോ വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മനയുടെ ലെഫ്റ്റ് സൈഡിൽ പത്തായപ്പുര ഉണ്ടായിരുന്നു, അത് കാണാൻ പോയി. അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. ഈ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ബാൽക്കണിയാണ്. മക്കൾക്ക് പിന്നെ അവിടെ വെള്ളത്തിൽ കളിച്ച് വരികയായതുകൊണ്ട് സ്റ്റെയർ കയറുന്ന കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നേമോളും മിയക്കുട്ടിയും മുന്നിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയൊരു റൂമൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റെയറാണ്, താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ആയിക്കൊണ്ടുള്ളൊരു സ്റ്റെയറാണുള്ളത്. അങ്ങനെ മിയക്കുട്ടി നേമോളും അവിടെ ഇരുന്ന് കുറച്ചെന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് പോന്നു. പിന്നെ അവിടെ തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിനൊന്ന് തൊഴുതു. അത് കഴിഞ്ഞ് അമ്പലത്തിനോട് ചേർന്ന് തന്നെ അമ്പലക്കുളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും സമയം നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.